ാണ് ഞാനിങ്ങനെ ഒരു ഓയിലിനെ പറ്റി കേട്ടത്. അത് ഒരു ബോട്ടിൽ മേടിച്ച് അപ്ലൈ ചെയ്ത് ഒരു 2 ദിവസം കൊണ്ട് തന്നെ ചൊറിച്ചിൽ നിന്നു. അത് കഴിഞ്ഞ് 7 ദിവസം കൊണ്ട് ഒരു നല്ല മാറ്റം ഉണ്ടായി. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ എന്ന സ്ഥലത്താണ്. ഇവിടെ വരാൻ കാരണം ഒരു ഓയിൽ അന്വേഷിച്ച് വന്നാട്ടോ. വേറെ ഒന്നല്ല, ഞാനൊരു ഫാം വിസിറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ഒരു വെച്ചൂർ പശുവിന്, പിന്നെ ഒരു ഡോഗിന്, ഒരു ക്യാറ്റിന് ഇതിനൊക്കെ സ്കിൻ ഡിസീസ് വന്നിട്ട് ഭയങ്കരമായിട്ട് ഹെയർ ലോസ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അവരുടെ സ്കിന്ന് കണ്ടു കഴിഞ്ഞാൽ ആകെ ഡ്രൈ ആയിട്ട് നമുക്ക് കണ്ടാൽ തന്നെ ഒരു അറപ്പ് തോന്നുന്നു. അപ്പോൾ ഈ ഒരു അറപ്പ് തോന്നുന്ന ആ ഒരു ലുക്ക് മാറിയിട്ട് നല്ല അടിപൊളിയായിട്ട് ആ ഒരു പഴയ ആ ഒരു സ്കിന്നിലോട്ടും, അത് മാത്രമല്ല ഹെയർ ലോസ് വന്നിട്ട് ആ ലോസ് ആയിട്ടുള്ള ഹെയർ ഒക്കെ പുതിയതായിട്ട് വന്ന് അടിപൊളി ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതെന്നെ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിന് വേണ്ടി ഉപയോഗിച്ച മരുന്ന് എന്താ? അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിച്ച ഒരു ചെറിയൊരു ഓയിലും ഒരു സോപ്പാണ്. അപ്പോൾ ഞാൻ ഈ ഫാമോട് ചോദിച്ചു, നമുക്ക് ഈ ഓയിൽ ഉണ്ടാക്കുന്ന ആളുകളെ ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ? കാരണം വേറെ ഒന്നല്ല, നമ്മുടെ ചാനലിലോട്ടൊന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും ഞാൻ അവരെ കാണാനെന്ന് വന്നിരിക്കുന്നത് ഇവിടെ കിടങ്ങൂർ എന്ന സ്ഥലത്താണ്. ഹാപ്പി പെറ്റ്സ് എന്നുള്ള ഒരു പെറ്റ് ഷോപ്പിലാട്ടോ ഇവരത് ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും അതൊന്ന് കാണാം നമുക്ക്. അപ്പോൾ ഈ കാണാട്ടെ സുരേഷ് ചേട്ടൻ, എന്താ ചേട്ടനൊന്ന് പരിചയപ്പെടട്ടെ. അത് ഞാൻ ആ മൈക്കൊന്ന് കൊടുക്കണം. കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നു. വിളിച്ച ആളല്ലേ? അതെ അതെ അതെ. ഞാനപ്പോൾ ആ മറ്റേ ഫാമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന ഓയിലുണ്ട്. യെസ്, ഈ കാണുന്ന ഓയിലാട്ടോ ഞാൻ കണ്ടേട്ടാ. സോപ്പ് ഇതിൻ്റെ അകത്താണല്ലോ അല്ലേ? സോപ്പ് അതിൻ്റെ അകത്താണ് വരുന്നത്. എനിക്ക് ഈ ഓയിൽ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. കാരണം വെച്ചാൽ നമ്മുടെ ചാനലിലുള്ള ആളുകൾക്ക് ഇതൊന്ന് ഉപകാരപ്പെടാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിക്കല്ലോ. പറഞ്ഞു, ഇതാണ് നമ്മുടെ ഓയിൽ. ഇത് ഓയിൽ എന്ന് പറഞ്ഞാൽ സ്കിൻ ഡിസീസ്, അതുപോലെ തന്നെ നമ്മുടെ ഡാൻഡ്രസ്, അങ്ങനെയുള്ള എല്ലാ കേസ് കിട്ടുന്നു. അതായത് സ്കിന്ന് അല്ലെങ്കിൽ രോമത്തിന്റെ പുറത്തുണ്ടാകുന്ന, തൊലിപ്പുറത്തുണ്ടാകുന്ന ഏത് കേസിനും നമുക്ക് യൂസ് ചെയ്യാവുന്ന സാധനമാണ്. അതായത് പെറ്റ്സ് മാത്രമാണോ? പെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പശുവിന് ചേർക്കാം, ആട്, ക്യാറ്റ്, ഡോഗ്, കുതിര, ഇതിനെല്ലാത്തിനും നമ്മള് തേച്ച് പരീക്ഷിച്ചിട്ടുള്ള സാധനമാണ്. പരീക്ഷിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് അതെങ്ങനെയാണ് തേക്കുന്നത്? അതായത് ഒന്ന് പറഞ്ഞുതരാമോ? അതായത് ഇപ്പം ഞാൻ 1-2 ഡോഗിനെ കൊണ്ട് കാണിക്കാം. അതിന്റെ നേരത്തെ അവസ്ഥയും ഉള്ള മാറ്റവും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഉള്ള ഒരു ഇതെന്താന്ന് വെച്ചാൽ, ഈ നമ്മുടെ പപ്പീസിന്, ഡോഗിന്റെ പപ്പീസിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10-30 ദിവസമൊക്കെ ആകുമ്പോൾ ചൊറിച്ചിൽ വരിക, ഡാൻഡ്രസിന്റെ ഒരു പ്രശ്നം വരും. അപ്പം പപ്പീസിനെ നമ്മളൊരു 10-20 ദിവസമൊക്കെ ആകുമ്പോഴാണ് ആദ്യമേ കുളിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഓയിൽ തൂത്തിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുളിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡാൻഡ്രസ് പോലുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ടല്ലേ? അതുപോലെ ചെറിയ സ്കിൻ ഡിസീസ് വേണമെന്നില്ല. നമുക്ക് പ്രൊട്ടക്ഷൻ ഓയിലായിട്ട് ഉപയോഗിക്കാം. ഒരു പ്രൊട്ടക്ഷൻ ഓയിൽ. ഓക്കെ, അടിപൊളി. ഇതിന്റെ റേറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞേ? ആ റേറ്റ് വരുന്ന ബോട്ടിൽ വരുന്ന 200 രൂപ വരും. 100 ml. സോപ്പ് വരുന്ന ഹെർബൽ സോപ്പാണ്. അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിന്റെ ഗുണം മനസ്സിലാകും. സാധാരണ ഒരു ഡോഗ് സോപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. ഇത് അങ്ങനെ ഒരു സ്മെല്ലില്ല. കയ്യിലെടുക്കുന്ന ഒരു കുഴപ്പമില്ല. ഇതിപ്പോ നല്ല സ്മെല്ലുണ്ടല്ലോ. ഇത്ര അകലായിട്ട് പോലും സ്മെല്ല് സൂപ്പർ കേട്ടോ. എന്തായാലും സ്മെല്ല് അടിപൊളിയായിട്ടുണ്ട്. ഫ്രഷ്നെസ് കിട്ടും, നല്ലൊരു സ്മെല്ലായിരിക്കും. ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല. അപ്പൊ നിങ്ങളെ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഏത് ഷാമ്പു ഇട്ട് ഉപയോഗിച്ചാലും കിട്ടാത്തൊരു ഫ്രഷ്നെസ് ഈ സോപ്പ് ഇട്ട് ഉപയോഗിച്ചാൽ കിട്ടും. പിന്നെന്താ ഒരു ഗുണമുള്ള? പിന്നെയുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സ്കിൻ ഡിസീസ് ഏതും ആയിക്കോട്ടെ, ചൊറിഞ്ഞ് പൊട്ടുന്നതിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഈ ഹെയർ ലോസ് വരുന്നതിന് എന്താ ചെയ്യണം? ചുമ്മാ രോമം പൊഴിച്ചിലാണേലും നമുക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. ആ വെച്ചൂർ പശുവിന്റെ അങ്ങനെയായിരുന്നല്ലോ അല്ലേ? വെച്ചൂർ പശുവിന്റെ മേളില് എന്റെ അടുത്ത് വിളിച്ചപ്പോ പറഞ്ഞത് അതിന്റെ മേളിലൊരു ഫോണിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഒന്ന് കാണിച്ചു. നമ്മളത് ഇപ്പൊ ഡയറക്റ്റ്, അപ്പൊ ഞാൻ ആ സമയത്ത് ഫോട്ടോ എടുക്കാനും മറന്നു. ഇത് കണ്ടോ, ഈ ഒരു കളർ വ്യത്യാസം കണ്ടോ? ഒരു വൈറ്റ് ഷെയ്ഡ് പോലെ. ഇത്രയും ഭാഗത്ത് ഇതിനെ ചൊറിഞ്ഞ കുരു പോലെ ഇരുന്നതാണ്, ചൊറിഞ്ഞ് ചുമന്നിരുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഓയിൽ തൂത്തിപ്പോ ഒരു മാസം കൊണ്ട് ഇത് വന്നാണ്. ആ വന്ന രോമത്തിന് ഒരു ഇച്ചിരി എന്നാ പറയുന്ന ഒരു കളറ്, ലൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. ശരിയാണ്, ഞാൻ അവിടെ കണ്ടപ്പോ ചെറിയൊരു ഷെയ്ഡ് പോലെ. അതാ കറക്റ്റ് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മനസ്സിലാകുന്നു. ഇത് തേക്കുമ്പോ എത്ര ദിവസം കുളിപ്പിക്കാൻ പാടില്ല, അങ്ങനെ വല്ല ഉണ്ടോ? ആദ്യത്തെ 12 ദിവസം സ്കിന്നിന് നല്ല വിഷയമുള്ളതാണ്. ആദ്യത്തെ ഒരു 12 ദിവസത്തേക്ക് നമ്മൾ തുടർച്ചയായിട്ട് തൂത്ത് കൊടുക്കുക, കുളിപ്പിക്കാതിരിക്കുക. അത് കഴിഞ്ഞ് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 3 ദിവസം കൂടുമ്പോൾ ഒരു വട്ടം വെച്ച് തൂത്ത് കൊടുക്കുക. അങ്ങനെ അല്ലേ? പിന്നെ സ്കിൻ ഡിസീസ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ പോലും നമ്മൾ ആഴ്ചയിൽ ഒന്ന് തൂത്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ സോപ്പ് ഉണ്ടാക്കിയത് കോക്കനട്ട് ഓയിലാന്ന് കേട്ടു. അത് വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് അത് അതിന്റെ പത കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സാധാരണ സോപ്പുകളെല്ലാം എടുക്കുമ്പോൾ ഭയങ്കര കട്ടിയുള്ള പതയായിരിക്കും. ഇത് വളരെ നൈസ് പതയായിരിക്കും. ഇതിലും കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലേ? അത് കോക്കനട്ട് ഓയിലാണ്. അത് ബേസായിട്ട് ചെയ്തിരിക്കുന്ന കോക്കനട്ട് ഓയിലാണ്. ബാക്കി പിന്നെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് പച്ചമരുന്നുകളെല്ലാം ചേർത്ത് നമ്മളൊരു 7 മണിക്കൂർ പ്രോസസ്സിംഗ് ആണ്. 7 മണിക്കൂർ കാച്ചി എടുക്കുന്ന എണ്ണയാണിത്. ഇതിപ്പോ ബ്രാൻഡ് ആക്കിയിട്ട് എത്ര നാളായിട്ട്? 1 വർഷം ആവുന്നു. നമ്മളിത് കേരളത്തിൽ മൊത്തം നമ്മളിപ്പം സപ്ലൈ ഉണ്ട്. സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഓൺലൈൻ
നമ്മളെ വിളിച്ച് ഇത് എന്നവർക്ക് നമ്മൾ ഇത് കണ്ടില്ല, ഇന്നിപ്പോ ഒരു 4-5 അയക്കാനുണ്ട്, നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും. ഓ അങ്ങനെ അല്ലേ. അപ്പൊ നമ്മളിപ്പോ കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 2 സോപ്പും 2 ഓയിലും അതിന്റെ കൂട്ടത്തിൽ ഒരു സോപ്പും കൂടി ഇങ്ങനെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഇത് വരുന്നത് 485 രൂപ വരും. 2 ഓയിലും ആ ഒരു സോപ്പ് കൂടി 485 രൂപ അല്ലേ. ഡെലിവറി ചാർജ് ഫ്രീ ആണ്. ഓ കേരളത്തിൽ എവിടെയാണ് കേരള ഡെലിവറി ചാർജ് ഫ്രീ. അടുത്തുള്ള ഒരു 2 സ്ഥലത്ത് ഞാൻ കൊണ്ട് കാണിച്ചു തരാം. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അല്ലെ. അപ്പൊ നമ്മളിവിടെ ആദ്യത്തെ ഡോഗിനെ കാണാൻ വന്നേക്കാണ്. ഇവിടെ ഒരു കെന്നൽ ഉണ്ട് കേട്ടോ. ഇതാണ് ആളല്ലേ? ഇതാണ് ആള്. ആളുടെ ബ്രീഡ് ഏതാ? ഇത് വരുന്ന ശരിക്കും പറഞ്ഞാൽ ഷിപ്സു ലാസാസ മിക്സ് ആണ് വരുന്നത്. ഓക്കെ. നല്ല ഹെയർ ഉണ്ടായിരുന്നതാണ്, അത്യാവശ്യം ഹെയർ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ നമ്മൾ ട്രിം ചെയ്തിട്ട് ഇപ്പൊ ഒരു 3 ആഴ്ച കഴിഞ്ഞു. ഫുള്ള് 0 ട്രിം അടിച്ചതാണ്. അപ്പൊ അതിന് ഇച്ചിരി എന്നാ പറയുന്നത്, ഇച്ചിരി ജടയൊക്കെ ആയിട്ട് ചെള്ളിന്റെ ഉപദ്രവം കൊണ്ടൊക്കെ ശരീരം മുഴുവൻ ഒരുമാതിരി കടിച്ചു പറിച്ച പോലെയൊക്കെ ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ അപ്പോഴാണ് നമ്മൾ ഈ ഓയിലിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ പിന്നെ ട്രിം അടിച്ചപ്പോഴത്തെ ശരീരത്തൊക്കെ കുറെ അവിടെ ഇവിടെയൊക്കെ ചുമന്നൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് തൂത്ത് കഴിഞ്ഞപ്പോഴത്തെ അതെല്ലാം മാറി. ഇപ്പൊ എനിക്ക് വന്നൊരു 10-22 ദിവസം 23 ദിവസം കൊണ്ട് കയറി വന്നൊരു ഹെയർ ആണിത്. ഒരു 1 മന്ത് കൊണ്ട്, ഒരു മാസം ആയിട്ടില്ല, 1 മാസത്തിന്റെ താഴെ ആയിട്ടുള്ളൂ. പിന്നെ ഒരു മാസം കഴിയുമ്പോൾ ഫുള്ള് ഏറെക്കുറെ 90% ഹെയറിനൊക്കെ നീളമാവും. അപ്പൊ യാതൊരുവിധ ഇതുമില്ല, സ്കിന്നിനൊന്നും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ആദ്യം നമ്മൾ ഇത് ഓയിൽ തൂക്കുമ്പോഴത്തേക്കും അവർ പറഞ്ഞ പോലെ നമ്മൾ കുളിപ്പിക്കുകയൊന്നും ചെയ്തില്ലായിരുന്നു. 12 ദിവസം തുടർച്ചയായിട്ട് തൂത്തായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുളിപ്പിക്കാൻ നേരത്ത് ഒന്ന് തൂക്കും, എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കുളിപ്പിക്കും. ഈ അസുഖങ്ങളൊക്കെ മാറിയാലും നമ്മൾ ആഴ്ചയിൽ ഒന്ന് യൂസ് ചെയ്തിട്ടൊക്കെയാണ് കുളിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മുടെ എല്ലാ ഡോഗിനെയും അങ്ങനെ തന്നെയാണ്. അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താ ഒരു ഗുണമായിട്ട് ഗുണമെന്ന് പറയുന്നത്, നമുക്ക് എന്നാ പറയുന്നത്, ചെറിയ പേൻ പോലുള്ള ചെള്ളില്ലേ, പേൻ പോലെ ഇരിക്കുന്ന അതിന്റെ ഇതില്ല. പിന്നെ ഡാൻഡ്രസ് പോലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതൊരു വലിയൊരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്കിപ്പോ അകത്ത് കയറി കാണിക്കായിരുന്നു. ഇപ്പൊ എല്ലാം കൂടെ കിടന്ന് ബഹളം വെക്കും, അല്ലെങ്കിൽ 5-6 ഡോഗ് കൂടെ ഉണ്ടായിരുന്നു, കാണിക്കായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ രണ്ടാമത്തെ ഡോഗിനെ കാണാൻ വേണ്ടി, പക്ഷെ ഈ ഡോഗിന്റെ ആള് ഒരു ലേഡിയാണ്. അപ്പൊ ആളുടെ മോളാണ് നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ. എന്തായാലും ആളുടെ ഓഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ, കാരണം വീഡിയോയിൽ വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് ആ ഓഡിയോ കേൾക്കാം. ഇത് നമ്മുടെ വീട്ടിലുള്ളൊരു ഡോഗാണ്. അപ്പോൾ അതിന് ചെറുതായിട്ട് രോമം പൊഴിച്ചിലും കാലയിലും, അത് കഴിഞ്ഞ് ഭയങ്കര ചൊറിച്ചിലായിരുന്നു ആദ്യമേ നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കാലയിൽ ചെറുതായിട്ട് നീര് വന്നു, അത് കഴിഞ്ഞ് മുഖത്ത് നീര് വന്നു. അപ്പം നമുക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളൊരു ഇതില്ലായിരുന്നു. അന്നത്തേക്കാണ് ഞാനിങ്ങനെ ഒരു ഓയിലിനെ പറ്റി കേട്ടത്. അത് ഒരു ബോട്ടിൽ മേടിച്ച് അപ്ലൈ ചെയ്തു. ഒരു 2 ദിവസം കൊണ്ട് തന്നെ ചൊറിച്ചിൽ നിന്നു. അത് കഴിഞ്ഞ് 7 ദിവസം കൊണ്ട് ഒരു നല്ല മാറ്റം ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ 2 ബോട്ടിലൂടെ മേടിച്ചു. ഇപ്പോൾ ഒരു 10-15-16 ദിവസമായി. നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ 2 ആൾക്കാരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതാ ഈ കാണുന്ന ഓയിലാണ്. ഇത് ഞാനിപ്പോൾ കണ്ടുകഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫാമിൽ കണ്ടുകഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് ആ വെച്ചൂർ പശുവിൻ്റെ ആ ഒരു സ്കിന്നിലുള്ള വ്യത്യാസം കണ്ടപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചത്. അപ്പോഴാണ് ഡോഗിൻ്റെ കാര്യവും പിന്നെ ക്യാറ്റിൻ്റെ കാര്യം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ആളെ ഒന്ന് കാണണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ സുരേഷേൻ്റെ അടുത്ത് വന്നത്. അപ്പോഴാണ് ഈ കാണുന്ന ബോട്ടിൽ ഇത് കൃത്യമായിട്ട് കാണുന്നത് തന്നെ കേട്ടോ. കാരണം അവിടെ ശരിക്കും ഒരു എംപ്റ്റി ബോട്ടിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ എടുക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ എല്ലാ ഫുൾ ഡീറ്റെയിൽസും നമ്മുടെ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്. നമ്മുടെ സുരേഷേൻ്റെ കോൺടാക്ട് നമ്പർ, അതുപോലെ ലൊക്കേഷൻ ഇതൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഓയിൽ 100% സക്സസ്ഫുൾ ആണ്. അപ്പോൾ എന്തായാലും ഈ ഓയിൽ വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ കോൺടാക്ട് നമ്പർ ഒന്ന് ബന്ധപ്പെട്ടായിട്ടോ.